ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ ഈ അടുക്കള പെണ്ണുങ്ങൾ ഒരുക്കുന്ന സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങളാ. ചതികൾ. എന്നാലും അറിയാനൊരു ക്യൂരിയോസിറ്റി. രഹസ്യമായിട്ട് എന്നോടൊന്ന് പറയൂ. ഞങ്ങൾ കുടുംബക്കാരും ബന്ധുക്കളും തമ്മിൽ പല ഇടപാടുകളും ഉണ്ടാവും. അതിലൊക്കെ ഇടപെടാനേ നിങ്ങൾ ഇവിടത്തെ ആരാ? എടാ ശേഖര, നിങ്ങളെ പണ്ടേ കെട്ടിച്ചുവിട്ടതല്ലേ? അവിടെ പോയി കിടന്ന ആളാവ്. ഇവിടെ വേണ്ട. ഇതേ വിരുതുമോളുടെ വീടാ. ഞാൻ ഇവിടുത്തെ ആരാണെന്നേ നിനക്കൊക്കെ കാണിച്ചു തരാടാ. ഓ ശരി. മരുമോളുടെ വീട്ടിൽ വന്ന് തെണ്ടുന്ന കണ്ട് പറഞ്ഞു പോയതാ. തെണ്ടി തിന്നുന്നത് നിങ്ങളാ. എന്റെ അച്ഛന്റെയും ചെറിയച്ഛന്റെയും എന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ മകനുമാ. എടി, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? നിങ്ങൾ ആരാണെന്നും എത്ര കൾച്ചർലെസ് ഫെല്ലോയാണെന്നും ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും നിങ്ങൾ കാണിച്ചു തരല്ലേ. അച്ഛനെന്തോ പറഞ്ഞു, ചെറിയച്ഛൻ അത് ചെയ്തു. അതിലൊക്കെ വന്ന് ഇടപെടാൻ നിങ്ങൾക്കാരാ അനുവാദം തന്നത്? ഞാൻ ഈ കുടുംബത്തിലെ ആരും അല്ല. അച്ഛന്റെ സെന്റിമെന്റ്സ് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വന്യമൃഗം. ഈ നിൽക്കുന്നതേ എന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയോ എന്ന് വച്ചാ എന്റെ മറ്റൊരച്ഛനും അമ്മയും. ഇവരോട് അനാവശ്യം പറഞ്ഞ മന്ത്രിയുടെ 12 പല്ല് ഞാനിപ്പോ അടിച്ചു പൊട്ടിക്കും. പറഞ്ഞേക്കാം. പോട്ടെ മോളെ. കൊണ്ടുമുഷിഞ്ഞവനോട് ഊണി ചോദിക്കാം, കണ്ടുമുഷിഞ്ഞവനോട് കടം ചോദിക്കാമെന്ന് ഒരു പഴമൊഴിയുണ്ട്. ഇവര് ശരിക്കും ഉണ്ണാനും കാശ് കാണാനും തുടങ്ങിയത് ഇപ്പോഴാ. ആ അല്പത്തരം ഇവര് കാണിക്കും. ഇവാടി പോട്ടെ സാറേ. ശരി. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുചെന്ന് അടുക്കളയിൽ വെച്ചേ മോളെ. രാധമേ, അതെ ഞാനേ ബേക്കറിയിലേക്ക് പോവാ പലഹാരമൊക്കെ വാങ്ങാൻ. എന്റെ കൂടെ ഒന്ന് വരുമോ? അതെന്തിനാ രുക്മിണി പലഹാരങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നേ? പലഹാരങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തോരെന്ന് പറഞ്ഞ പലഹാരം ഉണ്ടാക്കുന്നേ? പലതരം വേണ്ടേ? നമുക്കതൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങാന്നേ. രാധമ എന്റെ കൂടെ ഒന്ന് വന്നേ. രുക്മിണി, ആചാരങ്ങളനുസരിച്ചാണെങ്കിൽ പലഹാരങ്ങളും മറ്റുണ്ടാക്കി കൊണ്ടുവരേണ്ടത് പെൺവീട്ടുകാരായ ഞങ്ങളാ. അതൊക്കെ ശരിയാ രുക്മിണി, നമ്മുടെ കുഞ്ഞിന് കഴിക്കാനുള്ള പലഹാരം അത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് ശരിയല്ല. ഗർഭിണിയായ ഒരു പെൺകുട്ടിയല്ലേ, ആഹാര സാധനങ്ങൾ കൊടുക്കുമ്പോ സൂക്ഷിച്ചു വേണം. അല്ല, അതിപ്പോ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിന് എന്താ കുഴപ്പം? അത് തന്നെ ഞാനും പറഞ്ഞത്. ബേക്കറിക്കാര് പലഹാരം ഉണ്ടാക്കുന്നത് വിൽക്കാനാ, നമ്മള് പലഹാരം ഉണ്ടാക്കുന്നത് കഴിക്കാനാ. അത് തന്നെ അത് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഇവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കാം രുക്മിണി, വാ. ഋതു, സാർ ഉറങ്ങിയോ? ചെറുതായിട്ടൊന്നും മയങ്ങി. നാളെ ശ്രീയുടെ വളകാപ്പ് ചടങ്ങല്ലേ, എല്ലാം നന്നായിട്ട് നടക്കാൻ മനസ്സുകൊണ്ട് സാറിന്റെ അനുഗ്രഹം വേണമെന്ന് പറയാൻ വിട്ടുപോയി. ഞാൻ ഉറങ്ങില്ല രാജു. നീ എന്താ അങ്ങനെ പ്രത്യേക അനുഗ്രഹം വേണമെന്നൊക്കെ പറയുന്നത്? എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുമാത്രമല്ല, ചടങ്ങിന് ഞാനും വരുന്നുണ്ടല്ലോ. ശ്രീലക്ഷ്മിക്കുള്ള അനുഗ്രഹം
അവിടെ ഒന്ന് കൊടുത്തോളാം. ശരി സാർ. ശരി. നാളത്തെ ഓപ്പറേഷൻ കൃത്യമായി തന്നെയല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്നത്? വളരെ കൃത്യമായിട്ട് തന്നെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇടനില നിൽക്കുന്നത് ആ അപൂർവ ഇനം രാജവിംബാലയല്ലേ? അവള് ഉഴപ്പുവോ മറ്റോ ചെയ്യോ? മൂർഖന്റെ കുടുംബത്തിൽപ്പെട്ട മൂത്ത കാരണവരാ ഈ രാജവെമ്പാല. ചവിട്ടേറ്റ പാമ്പ് കടിക്കാതെ വിടുവോ? രുക്മിണി ചവിട്ടേറ്റ പാമ്പാ, മൂർഖൻ പാമ്പ്. ഇതൊക്കെ ഈ അടുക്കള പെണ്ണുങ്ങൾ ഒരുക്കുന്ന സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങളാ, ചതികൾ. എന്നാലും അറിയാനൊരു ക്യൂരോസിറ്റി. രഹസ്യമായിട്ട് എന്നോടൊന്ന് പറയോ? വാമോനെ, ആ എന്താ ഒരു ശരി, ഞാനും കൂടെ അറിയട്ടെ. അപ്പോൾ മകൻ അറിയാതെയാണോ അംബികയുടെ ഈ മനുഷ്യവേട്ട? മനുഷ്യവേട്ടയോ? മോനെ ദീപക്കേ, നിന്റെ അമ്മ ഒരു ബുദ്ധി രാക്ഷസിയാണ്. നാളെ ഒരു പൂരവും വെടിക്കെട്ടും നടക്കും. അത് കണ്ട് നിനക്കേ ആനന്ദിക്കാം. എന്താ അമ്മേ? നീ ആദ്യം വാ, പോകുന്ന വഴിക്ക് വിശദീകരിച്ച് പറയാം. എന്നാ പിന്നെ അനന്തമ്പിള്ളേ, ഞങ്ങളങ്ങോട്ട്. ഓ ശരി. ആ ആ. മേ കമിൻ സർ? യെസ് കമൻ. ഹലോ, ആനന്ദമുള്ള സാർ. ഹാ, ഇരിക്കൂ. ആരാണ്? എനിക്ക് താങ്കളെ അങ്ങോട്ട് മനസ്സിലായില്ല. സാറിനെ വിളിച്ചിരുന്നു. ഞാൻ മേഖല ന്യൂസ് ചാനൽ ഹെഡ് സുനിൽ ദാമോദർ. ഹോ, സുനിൽ ദാമോദർ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. നേരിട്ട് താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നു. അത് ഒരു ഡീലാണ്. ആ, താങ്കളുടെ ചാനലിന്റെ റേറ്റിംഗ് കുത്തനെ താഴെ പോയിരിക്കുകയാണ്. അത് കുത്തനെ മുകളിലേക്ക് ഉയർത്താൻ ഞാന് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് തരാം. പകരം താങ്കൾ എനിക്കെന്ത് തരും? എത്ര കോടി വേണമെന്ന് സാർ ചോദിച്ചാൽ മതി, അത് ഞാൻ തരും. ഹോ, അതെ, കാറ്റിന് പോലും ചെവിയുണ്ട്. അതുകൊണ്ട് എമൗണ്ട് ഞാൻ വളരെ രഹസ്യമായിട്ട് പറയാം. ശരി സാർ.